പ്രൈസ് ദി ലോർഡ്. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. അതെങ്ങനെ സംഭവിച്ചു? യേശു പറയുകയാണ്, ഇത് യഹോവയാൽ സംഭവിച്ചിരിക്കുന്നു, മനുഷ്യരുടെ ദൃഷ്ടിയിൽ അതിശയം. അനുഗ്രഹവും പ്രത്യാശയും നിറഞ്ഞ ഒരു പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് വീണ്ടും ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പെന്റക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ ഒരു വിശ്വാസിയായ ഒരു മനുഷ്യൻ, നല്ല വിദ്യാഭ്യാസവും എഞ്ചിനീയറിംഗ് ജോലിയിൽ വിദഗ്ധനുമായ ഒരുവൻ, താൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ പലവിധ പ്രശ്നങ്ങളും ഭാരങ്ങളും താൻ വഹിക്കേണ്ടി വന്നു. തനിക്ക് ധാരാളം എതിരാളികൾ അവിടെ ഉണ്ടായി. ആ കമ്പനിയിൽ തൻ്റെ വിദ്യാഭ്യാസത്തിനും കഴിവിനും അനുസരിച്ച് ഒരു പോസ്റ്റും കിട്ടിയില്ല. എന്നാൽ ആ കമ്പനി ഒരിക്കൽ ഒരു പാലത്തിൻ്റെ പണി കോൺട്രാക്റ്റ് എടുത്തു. ഒരു വലിയ പാലം, കടലിൽ കൂടെ കടന്നു പോകുന്ന ഒരു പാലം. എന്നാൽ ആ പാലത്തിൻ്റെ യഥാർത്ഥമായി കടലിൽ വരുന്ന ആ തൂണിൻ്റെ കല്ല് എവിടെ പണിയണം എന്നൊരു വലിയൊരു പ്രശ്നമുണ്ടായി. ആ കടലിനെ നല്ലതുപോലെ പഠിച്ചവരൊക്കെ പല രീതിയിൽ അത് പരീക്ഷിച്ചിട്ടും അവർക്കാർക്കും യഥാർത്ഥമായി ആ കല്ലിടുവാനുള്ള ഒരു ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഈ വിശ്വാസിയായ സഹോദരൻ ദൈവസന്നിധിയിൽ ചെന്ന് നിലവിളിക്കുന്ന ഒരനുഭവം തനിക്കുണ്ടായിരുന്നു. എങ്കിലും ദൈവം തന്നോട് സംസാരിച്ചു, ഈ വചനത്തിൽ കൂടെ സംസാരിച്ചു. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ലിനെ മൂലക്കല്ലാക്കി തീർക്കുവാൻ ദൈവത്താൽ സാധ്യമാണ്. ഒരു ദിവസം പല എഞ്ചിനീയേഴ്സും വന്ന് ആ ലൊക്കേഷൻ വന്ന് പരിശോധിക്കുന്നതിനിടയിൽ ഈ സഹോദരൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതിന് ശേഷം ആ കടലിൻ്റെ മധ്യത്തിൽ ആഴക്കടലിൽ താൻ ഒരു സ്ഥലം ചൂണ്ടിക്കാണിച്ചു. ആ ചൂണ്ടിക്കാണിച്ചെടുത്ത് അടിസ്ഥാനം ഉറച്ചു. പ്രൈസ് ദി ലോർഡ്. പിറ്റേ ദിവസം തന്നെ ആ കമ്പനിയുടെ ഉടയവൻ എഞ്ചിനീയേഴ്സിൻ്റെ എല്ലാം മേലിൽ തന്നെ ചീഫ് എഞ്ചിനീയർ ആക്കി, അല്ല, ആ കമ്പനിയുടെ ഒരു പാർട്ട്ണറാക്കി തന്നെ മാറ്റി. നോക്കൂ, ദൈവം പ്രവർത്തിക്കുന്നത്. മനുഷ്യർ തള്ളിയത്, വീട് പണിയുന്നവർ തള്ളിയത്, കൊള്ളത്തില്ലെന്ന് പറഞ്ഞതിനെ ദൈവം മാനിക്കുമ്പോൾ സകലരുടെയും മുൻപിൽ അതിശയകരമായ രീതിയിൽ ദൈവം മാനിക്കും. ഒരു കുടുംബത്തിൽ ഒരിക്കലും ഒരു വഴക്കുണ്ടായി. ഭാര്യയും ഭർത്താവും തമ്മിൽ വലിയ ബഹളം, പ്രശ്നം. ആരിടപെട്ടിട്ടും ആ പ്രശ്നം തീരുന്നില്ല. ഭാര്യയെ പല പ്രാവശ്യം ആ ഭർത്താവ് വളരെ മോശമായി തന്നോട് ഇടപെട്ടു. തന്നെ കൊലപ്പെടുത്തണമെന്ന് വരെ ചിന്തിച്ച് തന്നിൽ പല മുറിവുകളും ആ ഭാര്യയ്ക്ക് വരുത്തുകയുണ്ടായി. കൊള്ളാത്തവൾ, സൗന്ദര്യമില്ലാത്തവൾ, ഇല്ലെങ്കിൽ സംസാരിക്കാൻ അറിയാത്തവൾ, ഇടപാടിലെല്ലാം മോശക്കാരി, 4 പേരുടെ മുൻപിൽ കൊണ്ടു നടക്കാൻ തനിക്കൊരു മോശം പോലെ, അവജ്ഞ പോലെ, പരിഹാസം നിറഞ്ഞ ജീവിതം. മടുത്ത് ആ സഹോദരി ദൈവത്തിൻ്റെ സന്നിധിയിൽ പല പ്രാവശ്യം കരയുന്നവളായി തൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുവാനിടയായിത്തീർന്നു. തന്നെയും മുൻപിൽ തൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട് സംസാരിച്ച ഒരു വചനമാണ്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഉടനെ കർത്താവ് ചേർത്തതായ വാക്യം, ഇത് യഹോവയാൽ സംഭവിക്കുന്നു. നമുക്കറിയാം, 118-ാം സങ്കീർത്തനത്തിൻ്റെ 22-ാം വാക്യത്തിൽ ദാവീദ് തൻ്റെ അനുഭവത്തിൽ വളരെ തിരക്തമായ ഒരു ദുഃഖകരമായ സങ്കടകരമായ ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നുപോയ ദാവീദ് തൻ്റെ സങ്കടം ദൈവസന്നിധിയിൽ പങ്കിട്ടും കൊണ്ട് പാടിയ ഒരു പാട്ടിൻ്റെ ഒരു ശിലയാണ്. എന്നാൽ കർത്താവ് അതെടുത്ത് ഉച്ചരിച്ചപ്പോൾ ഇന്ന് കർത്താവിൽ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നതായ ഒരു കൂട്ടം ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന ഒരു പ്രവചനാത്മകമായ ഒരു വലിയ സന്ദേശമായി അത് രൂപാന്തരപ്പെട്ടു. ഇത് യഹോവയാൽ സംഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈ പ്രിയപ്പെട്ട സഹോദരി ദൈവത്തിൻ്റെ സന്നിധിയിൽ കരയാൻ തുടങ്ങി. യഹോവയാൽ സംഭവിച്ചു, യഹോവയാൽ സംഭവിച്ചു. അവൾ എപ്പോഴും തൻ്റെ ഹൃദയത്തിൽ കരയുന്നു പ്രാർത്ഥിക്കുമ്പോൾ ഈ വാക്കുരുവിട്ടു. ഒരു ദിവസം യഹോവ എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നുവെന്ന് അവൾക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അവരുടെ വിവാഹ ജീവിതം കോടതി മുഖേന വേർപെടുത്തുകയുണ്ടായി. അവർ അകന്നു കഴിയുമ്പോൾ ഒരു ദിവസം ഈ പ്രിയപ്പെട്ട ഭർത്താവ്
മദ്യപിച്ച് ലക്കില്ലാതെ വാഹനം അല്ലെങ്കിൽ സ്കൂട്ടറിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു രാത്രിയിൽ ഒരു അപകടമുണ്ടായി. രക്തം വാർന്നൊലിച്ച് വളരെയധികം മോശമായ രീതിയിൽ വളരെ അത്യാസന്ന നിലയിൽ മുറിപ്പെട്ടവനായി രക്തം വാർന്നൊലിച്ച് റോഡിൽ കിടക്കുകയാണ്. വഴിപോക്കരാരും തൊട്ടില്ല. കാരണം ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ അവരുടെ തലയിൽ വരും. അത്രയ്ക്ക് മോശമായ രീതിയിൽ മുറിവേറ്റിരിക്കുകയാണ്. ഈ സംഗതി എങ്ങനെയോ ഉപേക്ഷിക്കപ്പെട്ട ഭാര്യ അറിഞ്ഞു. അവൾ ഓടി വന്നു. അവളുടെ മുൻ ഭർത്താവിനെ അവൾ കോരിയെടുത്ത് കിട്ടിയ വാഹനത്തിൽ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചു. തൻ്റെ കൈകാലുകൾ ഒടിഞ്ഞു, വാരിയെല്ലുകൾ ഒടിഞ്ഞു, കാലിനും ആ തലയ്ക്കും എല്ലാം വളരെയധികം മോശമായ രീതിയിൽ മുറിപ്പെട്ടിരിക്കുന്നു. പല സർജറികൾ നടത്തി അബോധാവസ്ഥയിലായിരുന്ന വ്യക്തി ചില ദിവസങ്ങൾക്ക് ശേഷം ബോധം വന്നു. കണ്ണു തുറന്ന് നോക്കിയപ്പോൾ വേണ്ട എന്ന് പറഞ്ഞതായ ആ ഭാര്യ തന്നെ പരിചരിക്കുന്നു, തൻ്റെ കണ്ണുനീർ തുടയ്ക്കുന്നു, തൻ്റെ മുറിവുകൾ അവൾ ശുശ്രൂഷിക്കുന്നു, അവൻ ആഹാരം കൊടുക്കുന്നു. അവനോടൊപ്പം ആ ബെഡരികിൽ നിൽക്കുവാൻ അവൾ മാത്രം. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ ജീവിതത്തിൽ വലിയൊരു മാനസാന്തരത്തിന് അത് കാരണമായി തീർന്നു. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഒരു വീട് പണിയുന്ന ശില്പി ഒരു മൂലക്കല്ലിനെ തള്ളിക്കളയണമെങ്കിൽ അല്ലെങ്കിൽ അംഗീകരിക്കണമെങ്കിൽ അതിൽ പല യോഗ്യതകളുണ്ട്. ഒന്ന്, അതിനൊരു സൈസ് ഒത്തതായിരിക്കണം. അതിനൊരു നല്ല രൂപം വേണം. അതുകൂടാതെ ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ ആ ബിൽഡിങ്ങിനെ ഒരു ത്രാസിൽ വെച്ച് തൂക്കുന്നു എന്നിരിക്കട്ടെ, തൂക്കം നോക്കുന്നു എന്നിരിക്കട്ടെ, ഇല്ലെങ്കിൽ ഒരു ബാലൻസ് ചെയ്യുന്നെന്നിരിക്കട്ടെ, ഈ മൂലക്കല്ലിന്മേൽ ആ ബിൽഡിങ്ങിൻ്റെ വീടിൻ്റെ ഭാരം മുഴുവനും കേന്ദ്രീകരിച്ചു വരുന്നതായ വലിയൊരു ശക്തിമത്തായ ഒരു ഭാരം താങ്ങാനുള്ള കഴിവ് മൂലക്കല്ലിന്മേൽ ശില്പി കാണും. ആ മൂലക്കല്ലാണ് സകല കല്ലുകളെയും ആവഹിക്കുന്നത്, ഒരു നിയന്ത്രണാതീതമാക്കുന്നത്, കൈകോർത്ത് പിടിക്കുന്നത് എന്ന് ശില്പിക്കൊരു ധാരണയുണ്ട്. അതേറെക്കുറെ ശരിയുമാണ്. ഒരു വീടിൻ്റെ മൂലക്കല്ല് അത് പിഴച്ചു പോയാൽ ആ വീടിൻ്റെ പണികളെല്ലാം അവതാളത്തിലാകും എന്നാണ് വിശ്വാസം. അതുകൊണ്ട് ശില്പി പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ കല്ലിനെ ഉപേക്ഷിക്കുന്നു എന്നിരിക്കട്ടെ, എന്നാൽ ശില്പിയേക്കാൾ അധികാരിയായ വേറൊരുവനുണ്ട്, ആ വീടിൻ്റെ ഉടയവൻ. അവൻ ഇഷ്ടപ്പെട്ട് മാന്യമെന്ന് കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ കാണാൻ വളരെ ഭംഗിയുള്ളതെന്ന് കണ്ടുകൊണ്ട്, ഉറപ്പുള്ളതെന്ന് കണ്ടുകൊണ്ട് മൂലക്കല്ലിന് വേണ്ടി വലിയ വില കൊടുത്ത് വാങ്ങി കൊണ്ടുവന്നതായ ഒരു ഉടയവനുണ്ട്. ഈ മൂലക്കല്ല് സങ്കടത്തോടുകൂടി വെളിയിൽ എറിയപ്പെട്ടതായ കല്ല് ചെന്ന് ഉടയവനോട് പറയും, അല്ലയോ യജമാനനെ, നീ എന്നെ ഇഷ്ടപ്പെട്ട് വാങ്ങിയതല്ലേ, എന്നെ അന്യായ വില കൊടുത്ത് വാങ്ങിയതല്ലയോ, ഈ മനോഹരമായ ഭവനത്തിന് മൂലക്കല്ലാക്കി തീർക്കുവാൻ എന്നെ പ്രപ്പോസ് ചെയ്ത് കൊണ്ടുവന്നതാണെങ്കിലും അതിന് വേണ്ടപ്പെട്ടവർ അതിൻ്റെ ശില്പി എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞു. ഉടയവൻ എന്ത് ചെയ്യും? അതിൻ്റെ ഉറപ്പിനെ കുറിച്ച് പരിശോധിക്കും, ആ ശില്പിയോട് സംസാരിക്കും. ആ കല്ലിൻ്റെ അയോഗ്യത, പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് അതിനെ ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണെങ്കിൽ അതിനെ യഥാസ്ഥാനപ്പെടുത്തി മൂലക്കല്ലാക്കി തീർക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പണിയുന്നവർ തള്ളിക്കളയുവാൻ രണ്ട് കാരണമുണ്ട്. ഒന്ന്, ഫിസിക്കലായിട്ട് അതിനില്ലാത്ത യോഗ്യത അല്ലെങ്കിൽ അതിൽ കാണുന്നതായ പോരായ്മകൾ. രണ്ട്, ആ കല്ലും കൊണ്ട് പണിഞ്ഞാൽ പണിക്കാരന് വിശേഷത കിട്ടത്തില്ല, നല്ല പേര് കിട്ടത്തില്ല, പേരെല്ലാം ആ കല്ലിന്മേലായി പോകും. അതുകൊണ്ട് പണിക്കാരൻ അല്ലെങ്കിൽ ശില്പി എന്ത് ചെയ്യുന്നറിയാമോ? അതിനെ തള്ളിക്കളയും. നോക്കൂ, കർത്താവിനെ ആലയം അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പറയുന്ന വാചകം, കർത്താവെ, യജമാനെ, ഗുരു, നോക്കൂ, ഈ ആലയത്തെ നോക്കൂ, വിശേഷമായ കല്ലുകൊണ്ട് ഇതിനെ പണിഞ്ഞിരിക്കുന്നു. അപ്പോൾ പണിക്കാരന് പേരില്ല, പേര് മുഴുവനും കല്ലിനായി പോകും. ഇത് പണിക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സങ്കടകരമായ ഒരു കാര്യമാണ്. തൻ്റെ പേരെങ്ങും വരുന്നില്ലല്ലോ, പണിക്കാരന് യാതൊരു വിലയുമില്ലാതായി വരുന്നല്ലോ. അതുകൊണ്ട് ഈ പണിക്കാരൻ്റെ കഴിവ് കൊണ്ട് കൊത്തിയെടുത്ത് അല്ലെങ്കിൽ വാർത്തെടുത്തതായ ഒരു കല്ലിന്മേലാണ് പണിക്കാർക്ക് ഏറ്റവും ഇഷ്ടം. മാന്യമായ അതിൻ്റെ ഉടയവൻ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊണ്ടുവന്ന കല്ലിൽ പല കുറ്റങ്ങളും പണിക്കാരൻ കാണും. എന്നാൽ അത് വാങ്ങിയവനെ സംബന്ധിച്ചിടത്തോളം അവൻ ശോധന ചെയ്ത കല്ലാണ് അവിടെ വാങ്ങിക്കൊണ്ടുവന്നിരിക്കുന്നത്. പണിക്കാരന് നന്നായിട്ടറിയാം. ഈ തള്ളിയ കല്ലിന് എന്ത് സംഭവിക്കും, വേണ്ട എന്ന് പറഞ്ഞ കല്ലിന് എന്ത് സംഭവിക്കും, അത് നമുക്കൊന്ന് അറിയണ്ടേ. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് അതാണ് നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത്. 1 പത്രോസ്
2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലേക്ക് നമുക്കൊന്ന് വരാം. പത്രോസിന് ആ അനുഭവത്തോടുകൂടി ദാവീദ് പറയുന്നതിനേക്കാൾ അല്പം കൂടെ ഒരനുഭവം പത്രോസിനുണ്ട്. പത്രോസ് പറയുകയാണ്, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ മാന്യമായത്, ശ്രേഷ്ഠമായത്. നമുക്കൊരു സ്ഥലത്ത് ചെല്ലണം, അതാണ് ദൈവത്തിന്റെ സന്നിധിയിൽ. ഇത് യഹോവയാൽ സംഭവിക്കുന്നു. നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്നറിയുവാൻ നിങ്ങളെ വിലയ്ക്ക് വാങ്ങി ഉടയവന്റെ അടുത്തേക്ക് ഒന്ന് ചെല്ലുക. ദൈവസന്നിധിയിൽ മനുഷ്യർ തള്ളിയത്, മനുഷ്യർ വേണ്ട എന്ന് പറഞ്ഞത്, മനുഷ്യർ കൊള്ളത്തില്ല എന്ന് പറഞ്ഞത്, മനുഷ്യർ സൗന്ദര്യമില്ല എന്ന് പറഞ്ഞത്, മനുഷ്യർ കഴിവില്ല എന്ന് പറഞ്ഞത്, മനുഷ്യർ ഒരു ഗുണവുമില്ലെന്ന് പറഞ്ഞത്, തള്ളിക്കളഞ്ഞത്, എറിഞ്ഞു കളഞ്ഞതിനെ എന്ത് സംഭവിക്കുമെന്നറിയുവാൻ നീ ആ കല്ലുകളായി നിന്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചും കൊണ്ട് നിന്നെ വീണ്ടെടുത്ത ഉടയവന്റെ അടുത്തേക്ക് ഒന്ന് ചെല്ലുക. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ മാന്യമായത്. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇതിനൊരു വലിയൊരു ശ്രേഷ്ഠതയുണ്ട്. മാന്യമായത്, ശ്രേഷ്ഠമായത്. പ്രൈസ് ദി ലോർഡ്. നിന്റെ കണ്ണുകൾ പ്രകാശിക്കുമ്പോൾ, ആ ദൈവത്തിന്റെ സന്നിധിയിൽ കണ്ണുകൾ പ്രകാശിക്കുമ്പോൾ, ആ കല്ലിന്റെ വിശേഷത എന്താണെന്ന് നിനക്ക് മനസ്സിലാകുമ്പോൾ, അപ്പോഴാണ് നിനക്ക് നിന്റെ തളലിന്റെ ഭാരമെല്ലാം മാറുന്നത്, നിന്റെ വേദനയെല്ലാം മാറുന്നത്. ഈ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നത് എങ്ങനെ? മനുഷ്യരുടെ മുൻപിൽ എങ്ങനെ അത് ആശ്ചര്യമായി തീർന്നു? ഇത് യഹോവയാൽ സംഭവിച്ചു. ദൈവത്തിന് മാത്രമേ തള്ളിക്കളഞ്ഞ കല്ലുകളെ മാന്യമായി തീർക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവം നിന്നെ മാന്യമാക്കി തീർത്തതിന്റെ കാരണം മനുഷ്യരുടെ തളലാണ്. മനുഷ്യർ നിന്നെ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ദൈവം നിന്നെ ഇത്ര ഇഷ്ടപ്പെടത്തില്ലായിരുന്നു. ദൈവം നിന്റെ മേളിൽ ഇത്രത്തോളം ദൃഷ്ടി വയ്ക്കുകയില്ലായിരുന്നു. എന്നാൽ മനുഷ്യർ കൂടെ കൂടെ നിന്നെ തള്ളുന്നത് ഉടയവൻ കണ്ടു. മനുഷ്യർ നിന്നെ പരിഹസിക്കുന്നത് ദൈവം കണ്ടു. നിന്റെ ഉടയവൻ കണ്ടു. നിന്നെ വിലയ്ക്ക് വാങ്ങിയവൻ, അന്യായ വിലയ്ക്ക് വാങ്ങിയവൻ, തൻ്റെ രക്തം കൊണ്ട് വീണ്ടെടുത്തവൻ, നിന്നെ ശ്രേഷ്ഠമാക്കുവാൻ ആഗ്രഹിച്ചവൻ, നിന്നെ മാന്യതയുള്ളതെന്ന് കണ്ടവൻ, അവൻ വാങ്ങിക്കൊണ്ടുവന്ന് പണിക്കാരുടെ കയ്യിൽ കൊടുത്തപ്പോൾ പണിക്കാർ പല കുറ്റങ്ങൾ പറഞ്ഞ്, അല്ലെങ്കിൽ പോരായ്മകൾ പറഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞു. പക്ഷെങ്കിൽ വാങ്ങിയ ഉടയവൻ ആ തള്ളിക്കളയലിനെ അംഗീകരിച്ചില്ല. അവൻ അതിൻ്റെ പോരായ്മകൾ പരിഹരിക്കുന്നു. അത് ഭാരം താങ്ങുവാൻ കഴിവുള്ളതെന്ന് ഉടയവൻ കണ്ടുന്നു. അതിൻ്റെ പോരായ്മകളും അതിൻ്റെ ഉറപ്പില്ലായ്മകളെല്ലാം മാറ്റി ഉറപ്പുള്ള കല്ലായി, ശോധന ചെയ്ത കല്ലായി വീണ്ടും അതിനെ പരിശോധിച്ചു. ഈ കല്ലിന് എന്ത് പറ്റി? എന്തുകൊണ്ട് ഇവർ തള്ളി എന്ന് ഉടയവൻ ശോധന ചെയ്തു. ദൈവത്തിന്റെ സന്നിധിയിൽ ആ മൂല്യമുള്ള കല്ല് വന്ന് അവൻ കയ്യിലെടുത്ത് അതിനെ ഓമനിച്ച് അതിനെ മാന്യരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ മനുഷ്യർ കാണുമ്പോൾ അതിശയം, എത്ര വണ്ടർഫുൾ ആയിട്ടുള്ള കാര്യം ദൈവം ചെയ്തിരിക്കുന്നു. ദൈവം നിനക്ക് വേണ്ടി ചെയ്യുന്ന മഹത്തരമായ ആ പദവിയെ കാണുവാൻ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരിക. കണ്ണുനീരിനെല്ലാം ഒരറുതി വരുന്നത് ദൈവത്തിന്റെ സന്നിധിയാണ്, ഉടയവന്റെ സന്നിധിയാണ്. ആ സന്നിധിയിൽ വരുവാൻ, നിന്റെ മഹത്വത്തെ ദർശിക്കുവാൻ തക്കവണ്ണം ഈ പ്രഭാതത്തിൽ ദൈവം നിന്നെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.